ഹലോ, ഇന്ന് ഞങ്ങളൊരു കല്യാണ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തലേന്നൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പം കനിമോള് പറഞ്ഞു അമ്മ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ കടകളൊന്നും തുറക്കില്ലല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ സാധനങ്ങളുണ്ടായപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 11 മണിക്കാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഒരുങ്ങിയത്. അപ്പം ചിക്കനിലേക്ക് മസാലകളൊക്കെ ചേർത്തു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടു. പിന്നെ കുറച്ച് ഉള്ളി എടുത്തു. വലിയ ഉള്ളി അരിയുമ്പോൾ ഞാൻ ആരെയും ഏൽപ്പിക്കില്ല. പൊതുവേ ഞാൻ എൻ്റെ ഫുഡ് ഞാൻ ഉണ്ടാക്കുമ്പം അതിലേക്ക് ഞാൻ ആരെയും അടുപ്പിക്കാറില്ല. കാരണം അതിൽ എനിക്കത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഉള്ളി തൊലി പൊളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കേട്ടോ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ പാചകം അത് എൻ്റേത് മാത്രമാണ്. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, അതിലേക്ക് വേണ്ട മസാലകളൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വെറൈറ്റി മസാല തന്നെയാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഈ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. സാധാരണ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കലുള്ളത്. അപ്പം ആ മസാല എന്ന് പറയുന്നത് മല്ലിച്ചപ്പും പച്ചമുളകും അരച്ച് ചേർത്തതാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എരിവിന് ആ പച്ചമുളക് മാത്രമാണ് കേട്ടോ ഇതിലുള്ളത്, ബിരിയാണിയിലേക്കുള്ളത്. പ്രത്യേകിച്ച് പൊടികളൊന്നും ഇടുന്നില്ല. പിന്നെ ചിക്കനിൽ ചേർത്ത പൊടികൾ മാത്രമേ ഉള്ളൂ. ചിക്കനിലുള്ള എരിവ് മാത്രമാണ് കേട്ടോ ഉള്ളത്. ബാക്കിയെല്ലാ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിന് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. വേഗം ചെയ്യാണ് കേട്ടോ. കുട്ടികൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിക്കൻ കോരി വെച്ചതിൽ നിന്ന് കുറച്ചൊക്കെ മക്കൾ കഴിച്ചും കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ബാക്കിയായാലും നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ കഴിച്ചോട്ടെ. അങ്ങനെ അതിൻ്റെ ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു സൈഡിൽ ഞാൻ ചോറ് കുക്കറിലാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം അതും പാകത്തിനാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. നല്ലതുപോലെ വേവൊന്നും കൂടിയിട്ടില്ല. ഒരു പാകത്തിനുള്ള വേവ് മാത്രമാണ് കേട്ടോ ബിരിയാണി റൈസിന് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ദമ്മിടുകയാണ് കേട്ടത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് മാത്രമാണ് കേട്ടോ ഇതിന് ഞാൻ സമയം കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലുള്ള കുറച്ച് അലങ്കാരങ്ങളൊക്കെ ചേർത്തു. അപ്പോൾ തന്നെ കാണാനൊരു അടിപൊളി ഭംഗി തന്നെ വന്നിട്ടുണ്ടല്ലേ. അങ്ങനെ കുറച്ച് നേരം ദമ്മിട്ടതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ അതൊന്ന് തുറന്നു. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയ ബിരിയാണി വെക്കുന്ന ആളായി മാറി കണ്ടോ. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് സാലഡ്, പിന്നെ ഇതിലേക്ക് അച്ചാർ, കടുമാങ്ങേൻ്റെ അച്ചാറാണ് കേട്ടോ. അതൊരു പൊളി തന്നെയാണ് കേട്ടോ. അത് ഏട്ടന് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരാൾ കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ബിരിയാണിയിലേക്ക് എടുത്തു ഞങ്ങളത് അച്ചാർ നല്ല രുചിയെന്ന് കേട്ടോ. എല്ലാം മൊത്തത്തിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ബിരിയാണി ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബായ്.